खुदा है ये इस दीवाने की मौत भी ना जिसे रोक पाएगी। ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. സ്ലോ പേഴ്സിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിനേക്കാൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. തീർച്ചയായിട്ടും ഗുരുജി, എല്ലാം ഗുരുജി പറയുന്നത് പോലെ എന്ന് പറഞ്ഞ് കൗശി അവളെ ഹഗ് ചെയ്തു. നീ ഒന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട, എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അവൾ അതും പറഞ്ഞ് നേരെ നോക്കിയത് മിത്രയുടെ മുഖത്തേക്കാണ്. അവൾ പെട്ടെന്ന് ആ ഹഗ്ഗിൽ നിന്നും പിന്മാറി. അപ്പോഴാണ് കൗശി അവളെ കണ്ടത്. റൂമിലേക്ക് വന്ന മിത്ര കാണുന്നത് അവർ തമ്മിൽ ഹഗ് ചെയ്തിരിക്കുന്നതാണ്. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കറിയില്ല. തൻ്റെ വരവ് അവർക്ക് ബുദ്ധിമുട്ടായി കാണുമെന്ന് അവൾക്ക് തോന്നി. അതോടൊപ്പം മിത്ര അവളുടെ കയ്യിൽ കൗശിക്കിന് കൊടുക്കാനായി ഒരു പൂ കരുതിയിരുന്നു. സ്നേഹയുടെ വീട്ടിൽ നിന്ന് പറിച്ചതായിരിക്കും. അതവൾ അവൻ കാണാതെ ഹൈഡ് ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് അവൾ അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു. മിത്ര അവളുടെ കയ്യിലുണ്ടായിരുന്ന പൂ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് കണ്ടുകൊണ്ടാണ് കൗശിയുടെ അച്ഛൻ അവിടേക്ക് വന്നത്. എന്താ കുട്ടിയെ ഇത്? അനാവശ്യമായിട്ട് ആ പൂ പറിച്ച് ഇങ്ങനെ വലിച്ചെറിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതിനെത്ര വിഷമായി കാണും. വായില്ലാ പ്രാണി ആയതുകൊണ്ടായിരിക്കും അല്ലേ? ചോദിക്കാനൊന്നും ആരും വരില്ലല്ലോ. ചോദിക്കാൻ ആരും വരില്ല എന്നാരാ പറഞ്ഞത്? അച്ഛൻ വന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള പൂവിനും പുഷ്പത്തിനും ശലഭത്തിനും വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്. ചില മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനാണ് ആളില്ലാത്തത്. കണ്ടില്ലേ, പൂവിൻ്റെ വിഷമത്തിനെ കുറിച്ച് ചിന്തിക്കാൻ വരെ ആളുണ്ട്. മനുഷ്യരുടെ മനസ്സിനെ കുറിച്ചറിയാൻ മനുഷ്യർക്ക് തന്നെ സമയമില്ല. ഇപ്പൊ ആരുടെ മനസ്സ് മനസ്സിലാക്കിയില്ലെന്നാണ് കുട്ടി പറയുന്നേ. ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല, പൊതുവെ പറഞ്ഞതാ. കൊള്ളാം, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിങ്ങൾ പൊതുവേ എന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും അതിന് പിന്നിലൊരു വ്യക്തി കാണും. ശരിയല്ലേ? ശരിയാ, ഒരാളുണ്ട്. ഞാൻ എന്തായാലും അത് ആരാണെന്ന് ചോദിക്കുന്നില്ല. പക്ഷെ അതെന്തായാലും കുട്ടി കെട്ടാൻ പോകുന്ന ചെക്കനല്ല, അല്ലേ? നോക്കൂ കുട്ടി, ഇപ്പൊ മനുഷ്യൻ മനസ്സ് മനസ്സിലാക്കലിനെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് പറയാം. ഈ 3 കാര്യങ്ങളും കൂടി ഒരുമിച്ച് വന്നാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. എന്നാലും പറയാം, മനസ്സിലാക്കാത്തവരെ മനസ്സിലാക്കിപ്പിക്കാം. പക്ഷെ മനസ്സിലാക്കിയിട്ടും ചിലർ മനസ്സിലാക്കാത്തത് പോലെ അഭിനയിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. അങ്ങനെയും ചിലരുണ്ട്. അങ്ങനെയുള്ളവരെ അങ്ങ് വിട്ടേക്കണം. അവരായിട്ട് മനസ്സിലാക്കി അവർ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഇറുകെ പിടിച്ചേക്കണം. അല്ലാതെ എന്നെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുകയല്ല വേണ്ടത്. അതുപോലെ ഓവർ ഗിവിങ്, അതിപ്പോൾ ഫുഡായാലും ഫീലിങ്സ് ആയാലും ഓവറായാൽ ആൾക്കാർക്ക് മടുക്കും. കാരണം അവർക്ക് സമയം കിട്ടില്ല നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം അളക്കാൻ. കാരണം വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ. സോ
താനിപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ആരാണെങ്കിലും അയാൾക്ക് കുറച്ച് സമയം കൊടുക്കും. അവൻ നിന്നെ മനസ്സിലാക്കും. നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നീ ചെയ്യുന്ന ഒരു കാര്യം മതി അവൻ നിന്നിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം മനസ്സിലായി. പക്ഷേ ഞാൻ ശരിക്കും അച്ഛൻ ഇങ്ങനെ പറയുന്നു വിചാരിച്ചില്ല. സാധാരണ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു പെൺകുട്ടി മറ്റൊരു പുരുഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആരും ഇങ്ങനെയല്ല റിപ്ലൈ തരാറ്. അതേട്ടാ ഒരാൾ ഇങ്ങനെ ഉപദേശം തരുന്നേ. അത് സ്നേഹിച്ച ആളെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എനിക്കറിയാവുന്നുള്ളതുകൊണ്ട്. ആരാണെന്ന് ആലോചിച്ചവരോട് തലപുണ്ണാക്കണ്ട. കൗശിയുടെ അമ്മ തന്നെയാണ്. അവൻ്റെ അമ്മ മരിച്ചിട്ട് 25 വർഷം കഴിഞ്ഞു. അവൻ്റെ പ്രസവത്തോടെയാണ് അവൾ മരിക്കുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞതാ അവനെ നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും മറ്റൊരാളെ കല്യാണം കഴിക്കാൻ. പക്ഷെ അവളുടെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൾ എൻ്റെ മേൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് വർഷമൊന്നും ഒരുമിച്ച് ജീവിച്ചില്ല. വെറും 1.5 വർഷം. പക്ഷെ അവൾ എനിക്ക് വേണ്ടി ചെയ്തെന്ന ഒരു കാര്യം, അതാണ് എന്നെ അവളിൽ കെട്ടിയിട്ടത്. കൗശി. അവൾ തന്നിട്ട് പോയത് അവനെ. ഇപ്പോഴും അവൾ മരിക്കുന്നതിന് മുന്നേ അവളായിട്ട് എനിക്ക് തന്ന സമ്മാനമായിട്ടാണ് ഞാൻ കൗശിയെ കാണുന്നത്. അപ്പോൾ അവനൊരു കുറവും വരാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് രണ്ടാമത് കെട്ടാനൊന്നും ഞാൻ നിന്നില്ല. ഞാൻ തന്നെ അവനെ വളർത്തി. നല്ലത് അച്ഛൻ രണ്ടാമത് വിവാഹം കഴിക്കാതിരുന്നത്. അവനെ ഒരു രണ്ടാനമ്മയ്ക്ക് വിട്ടുകൊടുക്കാതിരുന്നതിന് ഒരുപാട് താങ്ക്സ്. ശരി അച്ഛാ, എനിക്ക് തിരികെ പോകാനായിട്ട് ഇറങ്ങണം. ഋത്തിക്കെന്ന് വരും. ഓ എങ്കിൽ പെട്ടെന്ന് ഇറങ്ങിക്കോ. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇന്ന് പറഞ്ഞതും ഇന്നലെ പറഞ്ഞതും. കൗശി മിത്ര അവളുടെ റൂമിലേക്ക് വരാൻ വേണ്ടി കാത്തിരുന്നു. അവൾ വന്നതും അവൻ ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു. മിത്ര, അത് ഞാൻ അല്ല, നീ നേരത്തെ കണ്ടത് എന്ത് കണ്ടത്? അല്ല, നീ നേരത്തെ റൂമിൽ വന്നപ്പോൾ. ഓ യാ, അത് ഞാൻ നോക്ക് ചെയ്തിട്ട് അവിടേക്ക് വരേണ്ടതായിരുന്നു. ഐ എം സോറി. അതല്ല, ആക്ച്വലി നീ അവിടെ കണ്ടതല്ല സംഭവിച്ചത്. വാട്ട്? എന്താ കൗശി പറയുന്നേ? അവിടെ സംഭവിച്ചതും ഞാൻ കണ്ടതും തമ്മിൽ എന്താ വ്യത്യാസം? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്തിനാ താൻ എന്നോട് പറയുന്നേ? തമ്മിൽ ഇഷ്ടമുള്ളവർ തമ്മിൽ ഹഗ് ചെയ്യുന്നിരിക്കും, ചിലപ്പോൾ കിസ് ചെയ്യുന്നിരിക്കും. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സോറി പറഞ്ഞാൽ അത് പ്രശ്നമാണ്. ഓക്കെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഋത്തിക് വിളിച്ചിരുന്നു. ഹീ ഈസ് ഓൾമോസ്റ്റ് ഹിയർ, സോ ഐ ഷുഡ് റെഡി ടു ഗോ. നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ റൂമിനകത്തേക്ക് കയറി വാതിലടച്ചു. അവൾ അവൻ്റെ മുന്നിൽ വാതിൽ കൊട്ടി അടച്ചെങ്കിലും അവളുടെ ഉള്ളിലെ തേങ്ങൽ ആ വാതിലിന് ഇപ്പുറവും അവന് കേൾക്കാം. എന്തായി? നീ പറഞ്ഞോ? എനിക്ക് പറയാനൊരു 2 സെക്കൻഡെങ്കിലും തന്നിരുന്നെങ്കിൽ എന്ത് വേണം? സാരമില്ല, അവൾ പതിയെ മനസ്സിലാക്കിക്കോളും. അല്ലെങ്കിൽ ഞാൻ പറയാം. വേണ്ട, നീ പറഞ്ഞു തന്നെ ശരി. അവൾ പതിയെ മനസ്സിലാക്കട്ടെ. കുറച്ച് സമയം കഴിഞ്ഞതും ഋത്തിക് അവിടേക്ക് വന്നു. മിത്ര, എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ ഹോളിഡേ? താൻ എല്ലായിടത്തും പോയായിരുന്നോ? എന്നിട്ടെന്താ തൻ്റെ മുഖത്തൊരു വിഷമം പോലെ? തനിക്കിവിടെ നിന്ന് കൊതി തീർന്നില്ലേ? അതെങ്ങനെ കൊതി തീരും? അവർക്ക് വേണ്ടപ്പെട്ടതെല്ലാം ഇവിടെയല്ലേ ഉള്ളത്. ഐ മീൻ ഓർമ്മകൾ, നെസ്റ്റാൾജിയ. ഓ അങ്ങനെയെങ്കിൽ 2 ദിവസം കൂടി താൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിന്നോ. പപ്പ നാട്ടിൽ വന്നു, അപ്പോൾ എനിക്കും തിരക്കൊന്നുമില്ല. ഏയ് വേണ്ട ഋത്തിക്, നമുക്ക് പോകാം.
എന്നെ ഇന്ന് രാവിലെ പപ്പ വിളിച്ചിരുന്നു. അവിടെ കമ്പനി ആനിവേഴ്സറി ഒക്കെ വരുന്നുണ്ട്. സോ ഐ ഷുഡ് ഗോ. ഓ, അപ്പോൾ താൻ ഇറങ്ങും. ഞാൻ ഇറങ്ങി തന്നെയാണ് നിൽക്കുന്നേ. ആഹാ, അപ്പോൾ താൻ വരാൻ റെഡിയായി നിൽക്കുമായിരുന്നല്ലേ? അപ്പോൾ ശരി, ഇറങ്ങാം. അല്ല, വന്നുടനെ പോവാണോ? ഒന്ന് കഴിക്കുകയോ കുടിക്കുകയോ കൂടി ഒന്നും ചെയ്തില്ല. അത് സാരമില്ല ആൻറ്റി, പിന്നെ ഒരു ദിവസം വിശദമായിട്ടിരിക്കാം. അല്ലെങ്കിൽ തന്നെ ഈ വയർ ഫുള്ളാക്കിയിട്ട് ലോങ് ഡ്രൈവ് എനിക്ക് സെറ്റാകില്ല. വേണേൽ മിത്ര കഴിക്കുന്നെങ്കിൽ കഴിച്ചോ. ഏയ് ഇല്ല ആൻറ്റി, കഴിക്കാനിരുന്നാൽ ഇനിയും ലേറ്റാകും. ഇപ്പോഴേ ഇറങ്ങിയാലേ രാത്രിയിലെങ്കിലും അവിടെ എത്തുള്ളൂ. ഓ, അപ്പോൾ നിങ്ങൾ ഇറങ്ങിക്കോ. കൗശി, ഇറങ്ങട്ടേടാ. എന്തിനാ അവനോട് യാത്ര ചോദിക്കുന്നേ? അവനും വരുന്നില്ലേ നിങ്ങളുടെ കൂടെ? ആണോ, നീയും വരുന്നുണ്ടോ? അല്ല, ഞാൻ എന്താ, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് പൊയ്ക്കൊള്ളാൻ. അല്ല അച്ഛൻ. ഓ, അപ്പോൾ എന്നെ നോക്കി നീ ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണോ? നീ പോ ചക്ക, വെറുതെ ജോലി കളയാതെ. ഓരോരുത്തർ നല്ലൊരു ജോലിയിലവിടെ വട്ടം തിരിയുമ്പോൾ അവനുള്ള ജോലിയും കളഞ്ഞ് ഇവിടെ നിൽക്കാൻ പോവുകയാണ് പോലും. നീ പോവാൻ നോക്ക്. എന്തായാലും ഉണ്ടെങ്കിൽ ഇവിടെ വിളിക്കും, അലർജി ആണെങ്കിൽ ആസ്മയാണെന്ന് പറഞ്ഞിട്ട്. ഓ ഓ, അപ്പോൾ നിങ്ങൾ ഇറങ്ങും മക്കളെ, നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. പിന്നെ ഇത്ര നാളെ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കലവില ഉണ്ടായിരുന്നു. ഇനി ഞാനും ഇവിടെ മാത്രം മുഖത്തോടെ മുഖം നോക്കാൻ. അല്ല, സ്നേഹം കൂടി അങ്ങോട്ടേക്ക് പോരുന്നെങ്കിൽ പോരും. നമുക്ക് അവിടെ ഒരു ഹോസ്പിറ്റൽ ട്രൈ ചെയ്യാമല്ലോ. അത് ശരി, ഞാനേ നിങ്ങളെല്ലാവരും പോകുന്നതിൻ്റെ വിഷമം പറയുമ്പോൾ നിങ്ങളിനി അവളെയും കൂടെ അങ്ങോട്ട് എടുക്കാനാണോ പ്ലാൻ ചെയ്യുന്നത്? അല്ല, സ്നേഹം കൂടി അവിടേക്ക് വന്നു കഴിഞ്ഞാൽ കസിൻസ് ഒക്കെ ഒരു സ്ഥലത്താവുമല്ലോ, ഈ ബാംഗ്ലൂർ ഡേയ്സ് പോലെ. ആ, ഞാനും ബാംഗ്ലൂർ ട്രൈ ചെയ്യുന്നുണ്ട്. കിരൺ അറിയില്ലേ? കിരണിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും അവിടെ തന്നെ സെറ്റിൽ ആവാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓ, അപ്പോൾ ഓക്കേടാ, നമുക്ക് കാണാം. ബൈ ബൈ. അവർ 3 പേരും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. മൂവരും ബാംഗ്ലൂരിലേക്ക് തിരികെ എത്തിയപ്പോൾ രാത്രിയായിരുന്നു. അവർ ആദ്യം എത്തിയത് നേരെ കൗശികിന്റെ ഫ്ലാറ്റിന് മുന്നിലാണ്. അവൻ അവിടെ ഇറങ്ങി. അപ്പോൾ ശരിയടാ, നമുക്ക് പിന്നെ കാണാം. ആ, ഞാൻ ഇയാളെ ഒരിടത്ത് കൊണ്ടെത്തിക്കട്ടെ. എവിടെ? മമ്മി തന്നെ കാണണമെന്ന് പറഞ്ഞു. എന്തിനാ? പേടിക്കണ്ടടോ, നമുക്ക് ഉപകാരമുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനാ, നമ്മുടെ വിവാഹകാര്യം. താൻ വരാനാ വെയിറ്റ് ചെയ്തിരുന്നേ. അപ്പൊ ശരിയടാ, ഞാൻ വിളിക്കാം. കൗശി മിത്രയെ നോക്കി. പക്ഷേ ഇന്നവൾ അവനെ നോക്കിയില്ല. അറിയില്ല ഇന്നവൾ എന്ത് പറഞ്ഞാണ് അവളുടെ കണ്ണിനെയും മനസ്സിനെയും കെട്ടിയിട്ടതെന്ന്. പക്ഷേ അവന് മുഖം കൊടുക്കാതെ അവൾ ബാഗിൽ എന്തോ തപ്പുന്നത് പോലെ ഭാവിച്ചു. അവൻ കാഷ്വലായിട്ട് ഒരു ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അവൻ അവിടെ നിന്ന് നീങ്ങിയതും അവളുടെ കണ്ണ് നേരെ കാറിന്റെ റെയർ മിററിലേക്ക് ചെന്നു. അവൻ നടന്നകലുന്നത് അവൾക്ക് അതിലൂടെ കാണാമായിരുന്നു. അവന്റെ കാഴ്ച അതിൽ നിന്ന് മറഞ്ഞതിന് ശേഷമാണ് അവൾ നോട്ടം പിൻവലിച്ചത്. പക്ഷേ ഈ സമയം അത്രയും ഋത്തിക് അവളെ നോക്കിയിരുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. എന്താ ഇത്ര പെട്ടെന്ന് മാരേജിനെ കുറിച്ച് ചിന്തിച്ചേ? അറിയില്ല, മമ്മി കാത്തിരിക്കുന്നത് നമ്മുടെ മാരേജ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും. മമ്മിക്ക് നമ്മുടെ മാരേജ് ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് ആഗ്രഹം. അല്ലെങ്കിലും നമ്മുടെ എൻഗേജ്മെൻറ്റ് വളരെ സിമ്പിളായിരുന്നില്ലേ, അതുകൊണ്ട്. പിന്നെ മമ്മി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ താൻ അതിന് എതിര് പറയരുത്. എന്താഗ്രഹങ്ങൾ? അല്ല, മമ്മി ഇത്തിരി ആഡംബരം ഇഷ്ടപ്പെടുന്ന ആളാണ്, താൻ സിംപ്ലിസിറ്റിയും, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത് നോക്കാം. പക്ഷേ ആക്ച്വലി ഐ എം നോട്ട് റെഡി ഫോർ ദിസ്. താൻ പെട്ടെന്ന് മാരേജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് കണ്ണുവഴിച്ചു. ഇത് പെട്ടെന്നല്ലല്ലോ. എന്നാലും താൻ പേടിക്കണ്ട, ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഡിസ്കസ് ചെയ്യാനാ. കുറച്ച് സമയം കഴിഞ്ഞ് ഇരുവരും റിക്കിയുടെ വീട്ടിലെത്തി. വന്നു രണ്ടാളും.
ഈ രാത്രി തന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാടാ? സാവകാശം നാളെ കൊണ്ടുവന്നാൽ പോരായിരുന്നു അവളെ. അല്ല, എന്തായാലും ഇവിടം കഴിഞ്ഞിട്ടല്ലേ പോകാൻ. അപ്പോൾ ഇതും കഴിഞ്ഞ് ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് ഞാൻ കരുതി. ആ, മോള് പഴയ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയായിരുന്നോ? ആ ആ വിളക്കി പറഞ്ഞു. ശരി, അവൻ പറഞ്ഞിരിക്കുമല്ലോ മോൾ എന്തിനാ ഞാൻ വിളിപ്പിച്ചതെന്ന്. ഞാൻ മിത്രയുടെ പപ്പയുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് എപ്പോൾ ആണെങ്കിലും റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും മിത്രയുടെ ഒരു അഭിപ്രായം വേണമല്ലോ. പക്ഷേ ആൻറ്റി, പെട്ടെന്നൊരു വിവാഹം എന്ന് തോട്ട് വരാൻ കാരണം എന്താ? എന്താ പെട്ടെന്നൊരു റഷ്? ഹേയ്, പെട്ടെന്നൊന്നുമല്ല. ഞാൻ മോളോട് നേരത്തെ പറയണമെന്ന് കരുതിയതാ. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ആകെക്കൂടെയുള്ളൊരു മോനായവൻ. അവൻ്റെ വിവാഹമാണ് ഞാനീ കാത്തിരിക്കുന്നത്. അപ്പോൾ അതെത്രയും പെട്ടെന്ന് നടന്നാൽ അത്രയും സന്തോഷം. പിന്നെ നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായില്ലേ? മിത്ര അന്ന് സമയം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നീണ്ടത്. സോ മിത്ര എന്തു പറയുന്നു? ആൻറ്റി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എൻഗേജ്മെൻറ്റ് ഇത്ര നാളുകൾക്കിപ്പുറവും ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോഗ്രസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും എൻ്റെ മറുപടി. ഞങ്ങൾക്കിടയിലൊരു ഇമോഷണൽ കണക്ഷൻ ഇതുവരെയും വളർന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെങ്ങനെയാ പെട്ടെന്ന് മാരേജുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുക എന്നെനിക്കറിയില്ല. കണ്ടോ റിക്കി, മിത്രയുടെ പപ്പ പറഞ്ഞത് ശരിയായില്ലേ? അദ്ദേഹം അപ്പോഴേ പറഞ്ഞതാ മിത്രയോട് പറഞ്ഞാൽ എന്തെങ്കിലും ബാലിശമായിട്ടുള്ള ന്യായങ്ങൾ പറയുമെന്നു. ഇതാ നോക്കുമോളെ, ആർക്കും ആരെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുന്നോട്ട് പോകും തോറും മനസ്സിലാക്കുക, അതാണ് ശരി. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴൊക്കെയല്ലേ ഈ സമ്പ്രദായങ്ങളൊക്കെ. മുമ്പ് മോതിരം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് വിവാഹത്തിനായിരിക്കും. എന്താ, അവർക്ക് സന്തോഷമായിട്ട് ജീവിച്ചില്ലേ? അതുകൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടേ ഒരുമിച്ച് ജീവിക്കൂ എന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. ഞാനും ഒരു അമ്മയാണ്. എൻ്റെ മകൻ്റെ വിവാഹം കാണാനും അവ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനും എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എൻഗേജ്മെൻറ്റിന് ശേഷം തന്നെ എൻ്റെ പല റിലേറ്റീവ്സിൻ്റെ മക്കൾക്ക് വിവാഹം കഴിഞ്ഞു. എൻ്റെ ചേച്ചിയും അനിയത്തിയൊക്കെ അമ്മയും അമ്മൂമ്മയൊക്കെ ആയി. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ മകൻ്റെ മക്കളെ കാണാൻ, അവരെ കളിപ്പിക്കാൻ, അവൻ്റെ മക്കളെ ഈ വീട്ടിൽ കളിച്ച് നടക്കുന്നത് കാണാൻ. അതുകൊണ്ട് പറയാം, മോൾ ഉപേക്ഷയൊന്നും പറയരുത്. നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നേ. അതിന് മോളുടെ പൂർണ്ണ സമ്മതം വേണം. പിന്നെ ഞങ്ങൾ നിങ്ങളുടെ ജാതകം നോക്കിച്ചു. 10ൽ 10 പൊരുത്തമാ ജോത്സ്യനെന്ന് പറഞ്ഞത്. പിന്നെന്താ വേണ്ടത്? ജാതകം നോക്കി? ആ, മോളന്ന് ഹോസ്പിറ്റലായിരുന്നപ്പോഴേ ഞങ്ങൾ പപ്പയുടെ അടുത്ത് നിന്ന് ജാതകം എടുപ്പിച്ചു. പൊരുത്തം 10ൽ 10 ഉള്ളത് കൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ മുഹൂർത്തം നോക്കി തീയതിയും കുറിച്ചിരുന്നു. എന്തിന്? നിങ്ങളുടെ വിവാഹത്തിന്. അടുത്ത മാസമാണ് ഡേറ്റ് വരുന്നത്. എന്നാലും നമുക്കധികം സമയമില്ല. അതാണ് ഞാനിത് റഷ് കാണിച്ചത്. എന്നോട് പറയുന്ന ഡേറ്റ് ഫിക്സ് ചെയ്യാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? ഋത്തിക്, താനോട് വിവാഹത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനെന്നല്ലേ പറഞ്ഞത്? ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ച കാര്യം എന്നോട് പറയാൻ വിളിപ്പിച്ചതുപോലെ ഉണ്ട്. അല്ല, സത്യത്തിൽ ഇത് ആരുടെ വിവാഹമാ? നിങ്ങളുടെ മകന്റെ വിവാഹമാണോ അതോ ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹമാണോ? എൻഗേജ്മെന്റിന് ഇതുപോലെ തന്നെയാ. ഒരു കാര്യവും എന്നോട് സംസാരിച്ചില്ല. എല്ലാം നിങ്ങൾ തന്നെ തീരുമാനിച്ചു. നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അതിന് ഞാൻ വന്ന് ഒരുങ്ങി നിൽക്കണോ എന്നാരാ പറഞ്ഞത്? എൻഗേജ്മെന്റിന് നിന്റെ പപ്പയോട് കൂടെ ചോദിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ആ ഡേറ്റ് ഫിക്സ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇതും. നിന്റെ പപ്പയും കൂടെ തീരുമാനിച്ച് തന്നെയാണ് ഈ ഡേറ്റ് ഫിക്സ് ചെയ്തത്. അപ്പോൾ പപ്പയോട് വന്ന് നിൽക്കാൻ പറയും ബ്രൈഡായിട്ട്. മിത്ര, വാട്ട് ആർ യു സേയിങ്? എൻഗേജ്മെന്റിന് നിന്റെ പപ്പയോട് ഞാൻ ചോദിച്ചത് തന്നെയാണ് മിത്രയോട് ചോദിക്കേണ്ടതെന്ന്. അപ്പോൾ എല്ലാം പപ്പയുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നാ അന്ന് അങ്കിൾ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, വാട്ടെവർ. ഞാൻ ഇന്ന് പറയുന്നു, എനിക്ക് ഈ ഡേറ്റിന് സമ്മതമല്ല. പിന്നെ നിങ്ങളുടെ മകനൊരു ഭാര്യ, അത് ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് അമ്മൂമ്മയാകാൻ വേണ്ടി എനിക്ക് അമ്മയാകാൻ കഴിയില്ല.
അത്തരം ആചാരങ്ങൾ എനിക്ക് താല്പര്യവുമില്ല. എന്തായാലും നിങ്ങൾ ടിപ്പിക്കൽ മദറിലോ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മിത്ര, മൈൻഡ് യുവർ ലാംഗ്വേജ്. ഷീ ഈസ് മൈ മോം. സോ കീപ് യുവർ റെസ്പെക്റ്റ്. അതെൻ്റെ വാക്കിലും പെരുമാറ്റത്തിലും ഉണ്ടാകും എന്ന് കരുതി എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്ര നാളും സൈലൻ്റ് ആയിരുന്നു എന്ന് കരുതി എനിക്ക് സ്വന്തമായിട്ട് വാക്കുകളില്ലെന്ന് വിചാരിക്കരുത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ബാക്കി നിങ്ങൾ തീരുമാനിക്കൂ എന്നും പറഞ്ഞു അവൾ അവിടെ നിന്ന് ഇറങ്ങി. നീ എവിടെ പോയി രാത്രിയിൽ? വീട്ടിൽ. എനിക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, തൻ്റെ മമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. മമ്മിയെ ഒരുപാട് കൺസൾട്ട് ചെയ്തപ്പോഴും ഞാൻ വിചാരിക്കേണ്ടതായിരുന്നു. യു ആർ എ മമ്മാസ് ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി. സ്വയം കണ്ടെത്തിയതല്ലേ, അനുഭവിക്കൂ. മിത്ര ആ വീട് വിട്ടിറങ്ങി കുറച്ചു ദൂരം നടന്നു. പക്ഷേ മനസ്സിലെ ഭാരവും കൊണ്ട് അവൾക്ക് അധികം നടക്കാൻ വയ്യ. അതുകൊണ്ട് അവൾ അടുത്ത് കണ്ടൊരു ബസ് സ്റ്റോപ്പിലേക്ക് കയറി. അവളെ ഡ്രൈവറിനെ വിളിച്ച് അവിടേക്ക് വരാനും അറിയിച്ചു. എന്നിട്ട് അവൾ ആ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരുന്നു. ഒരാളെ തൻ്റെ ഇഷ്ടം അറിയിക്കാനും മറ്റൊരാളെ അവളുടെ ഇഷ്ടക്കേട് അറിയിക്കാനും അവൾ പെടുന്ന പാട്. ഇന്ന് അവൾ അവിടെ പറഞ്ഞത് ഒരല്പം കടന്നുപോയോ എന്ന് അവൾക്കറിയില്ല. പക്ഷേ ഇനിയെങ്കിലും താൻ വാ തുറക്കാതിരുന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവൾക്ക് തോന്നി. കാരണം ഇപ്പോൾ തന്നെ അവൾ പോലും അറിയാതെ അവളുടെ വിവാഹം ഫിക്സ് ചെയ്തു. ഇനിയും അവളുടെ സൈലൻസ് തുടർന്നാൽ അത് വിവാഹത്തിലേക്ക് കലാശിക്കുകയുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. ബട്ട് ഋത്തിക്, ഹീ ഈസ് എ ജെന്യൂൻ പേഴ്സൺ. അവനെ വിഷമിപ്പിക്കുന്നതിൽ അവൾക്കും വിഷമമുണ്ട്. പക്ഷേ വിവാഹശേഷം ആജീവനാന്തം വിഷമിക്കുന്നതിനേക്കാൾ ഈ ഒരു സങ്കടത്തോടെ കഴിയുമല്ലോ എന്നവൾ ആശ്വസിച്ചു. ഇങ്ങനെ ഓരോ ചിന്തകൾ ആണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മുന്നിലോട്ട് ടാക്സി വന്നു നിന്നു. അതാരാണെന്ന് അവൾ ആകാംക്ഷയോടെ നോക്കി. കൗശിക്. മിത്ര, നീ എന്തോടെ ഒറ്റയ്ക്കിരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്തു പറ്റി? എന്താ നീ ഇവിടെ ഇരിക്കുന്നേ? ഋത്തിക് എവിടെ? മിത്ര, നീ എന്തെങ്കിലും ഒന്ന് പറയൂ. എന്താ പറ്റിയത്? ഋത്തിക് എവിടെയാ? നിങ്ങൾ അവന്റെ വീട്ടിൽ പോയില്ലേ? പോയി. പിന്നീട് എന്താ ഉണ്ടായേ? മിത്ര, നീ എന്തെങ്കിലും ഒന്ന് പറയ്, എന്നെ ടെൻഷനാക്കാതെ. എന്തിനാ താൻ ടെൻഷനാകുന്നേ? തനിക്ക് ടെൻഷനാകാനും മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ല. മിത്ര, ഈ രാത്രി നീ ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് തന്നെ എനിക്ക് ടെൻഷൻ. എന്താ സംഭവിച്ചത്? നീ എന്ത് തനിച്ചു നിൽക്കുന്നേ? റിക്കി നിന്നെ ഡ്രോപ്പ് ചെയ്യുന്നാണല്ലോ പറഞ്ഞിരുന്നത്. എല്ലായ്പ്പോഴും റിക്കി തന്നെ കൂടെ കാണണം നിർബന്ധമുണ്ടോ? അല്ല, എന്താ തൻ്റെ പ്രശ്നം? ഞാനിവിടെ തനിച്ചു നിൽക്കുന്നതാണോ അതോ റിക്കി എൻ്റെ കൂടെ ഇല്ലാത്തതാണോ തൻ്റെ ടെൻഷൻ? ഓ, ഞാൻ മറന്നു. എന്നെ റിക്കിയെ കൊണ്ട് കെട്ടിച്ചേ അടങ്ങുള്ളൂ നേർച്ച നേർന്ന് നടക്കുന്ന ആളല്ലേ. അപ്പൊ കളഞ്ഞിട്ട് പോയി ഒന്ന് പേടിച്ചിട്ടുണ്ടാകും അല്ലേ? നീ എന്തോ ദേഷ്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. വാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ഡ്രൈവറിനെ വിളിച്ചിട്ടുണ്ട്. ഡ്രൈവർ ഇത്ര നേരമായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ. രാത്രി ഇങ്ങനെ തനിച്ച് നിൽക്കുന്നത് ശരിയല്ല, അതും ഈ ബസ് സ്റ്റോപ്പിൽ. നീ വാ, നമുക്ക് ടാക്സിയിൽ പോകാം. അവൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നിട്ട് പിന്നെ അവൾ ഒന്നും മിണ്ടാതെ കാറിൽ കയറി. കാർ തിരികെ അവളുടെ ഫ്ലാറ്റിലേക്ക് മൂവായി. കാറിനകത്ത് തികഞ്ഞ സൈലൻസ് ആയിരുന്നു. എന്നാലും കൗശിക് ക്യൂരിയോസിറ്റി കാരണം വീണ്ടും അവളോട് ചോദിച്ചു, എന്താ ഉണ്ടായത്? നീ റിക്കിയും തമ്മിൽ വഴക്കിട്ടോ? നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? നിങ്ങളുടെ വിവാഹകാര്യം ചർച്ച ചെയ്തു? ആ, ചർച്ച ചെയ്തു. ഡേറ്റും ഫിക്സ് ചെയ്തു. അടുത്ത മാസമാണ് വിവാഹം. സന്തോഷമായില്ലേ? സന്തോഷിക്കൂ. എൻ്റെ വിവാഹം കാരണം തനിക്കിങ്ങനെ സന്തോഷം ഉണ്ടാവട്ടെ. ഇത്ര ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിച്ചത്. ഞാനും സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. എന്നോട് പോലും ചോദിക്കാതെ അവരെല്ലാം ഫിക്സ് ചെയ്തു.
ഇനി വിവാഹത്തിൻ്റെ അന്ന് താലി കെട്ട ഞാൻ തലതാഴ്ത്തി നിന്നാൽ മാത്രം മതി. ഡേറ്റ് ഫിക്സ് ചെയ്തോ? അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്. അതിന് നീ എന്തു പറഞ്ഞു? ഞാൻ എന്തോ പറയണം? ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്ത് പറഞ്ഞിരിക്കുമെന്നാ താൻ എക്സ്പെക്ട് ചെയ്യുന്നത്? അറിയാം താൻ എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. നീ അവിടെ നിന്ന് വഴക്കിട്ടാണ് ഇറങ്ങിയത്. അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. കുറച്ച് സമയം കഴിഞ്ഞതും ആ കാർ അവളുടെ ഫ്ലാറ്റിന് മുന്നിലെത്തി. അവൾ കാറിൽ നിന്ന് അവനോടൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി. ആരെ ഓക്കെ നോ? യാ. നീ ഫുഡൊന്നും കഴിച്ചിരിക്കില്ലല്ലോ. ഇതാ ഈ ഫുഡ് കൊണ്ടുവയ്ക്കൂ. ആക്ച്വലി ഞാൻ രാത്രിക്കുള്ള ഫുഡ് വാങ്ങാനും പിന്നെ കുറച്ച് തിങ്സ് വാങ്ങാനോ പുറത്തേക്ക് ഇറങ്ങിയത്. അത് വാങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് നിന്നെ കണ്ടത്. ഈ ഫുഡ് കൊണ്ടുവയ്ക്കൂ. അപ്പം തനിക്ക് ഞാൻ വേറെ വാങ്ങിക്കോളാം. വേണ്ട, ഞാൻ ഓർഡർ ചെയ്തോളാം. താൻ വയ്ക്കൂ. മിത്ത, ഇറ്റ്സ് ഓൾമോസ്റ്റ് 10 o'clock. ഇനി എപ്പോൾ ഓർഡർ ചെയ്ത് എപ്പോൾ കൊണ്ടുവന്ന് എപ്പോൾ നീ കഴിക്കും? നീ ഇത് കൊണ്ടുവയ്ക്കോ, ഞാൻ വേറെ വാങ്ങിക്കോളാം. അവൾ ചെറിയൊരു മടിയോടെ കൂടിയാണ് അത് വാങ്ങിയത്. ശരി, ഞാൻ പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതും പറഞ്ഞു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ നടന്നു. കൗശി അവൾ അവൻ്റെ കൺമുന്നിൽ നിന്ന് മറയുന്നതുവരെ നോക്കി നിന്നു. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കിയില്ല. യെസ്, അവളും പഠിച്ചു തുടങ്ങി എങ്ങനെയാണ് ഇഗ്നോർ ചെയ്യേണ്ടതെന്ന്.